വൈറ്റ് ഹൌസിൽ പുരോഗമിച്ചു വരുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്കിടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഫോണിൽ വിളിക്കുകയും ദോഹ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ശുഭസൂചനയായി കാണേണ്ടതുണ്ടോ? അത് ഖത്തറിന്റെ ഒരു നയതന്ത്ര വിജയമായിട്ട് വേണം കാണാൻ. ഈ ഖത്തർ ആക്രമണത്തെ വളരെ ശക്തമായി, പ്രത്യേകിച്ച് നയതന്ത്ര ചാനലുകൾ ഉപയോഗിച്ച് നേരിടാൻ ഖത്തറിന് സാധിച്ചു. GCC രാജ്യങ്ങളുടെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഉച്ചകോടി ചേരുകയും ഇസ്രായേലിന്റെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള അക്രമങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. അപ്പോൾ ഖത്തർ, അറബ് ലോകം, എസ്പെഷ്യലി ദ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, അവര് സംഘടിതമായി ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു നയസമീപനത്തിൽ മാറ്റം ഉണ്ടാവാനുള്ള കാരണം. പക്ഷെ അത് വരുമ്പോൾ തന്നെ ഒരു സീ ചേഞ്ച് അമേരിക്കയുടെ ഇസ്രായേലിന്റെ വെസ്റ്റ് ഏഷ്യൻ നയത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ബെഞ്ചമിൻ നെതന്യാഹു അഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ പ്രതിഷേധം, 100-ലധികം പ്രതിനിധികൾ, 50 രാജ്യങ്ങളിലധികം അവരുടെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയത് ലോകത്തിന് മുന്നിൽ ഒരു വലിയ മെസ്സേജാണ്. ആ സന്ദർഭത്തിൽ വളരെ ഡെഫിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തതെങ്കിലും പിന്നീട് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നു. അദ്ദേഹം ട്രൂത്തിൽ കുറിച്ചത് വലിയ ഒരു പദ്ധതിക്ക് വേണ്ടി, വെസ്റ്റ് ഏഷ്യയുടെ മുഖം മാറ്റിമറിക്കുന്ന പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു, അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഗസ സിറ്റി വളഞ്ഞ് വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്ന വംശഹത്യക്കെതിരെ ആഗോള അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പൊതുജനാഭിപ്രായത്തിന്റെ ശക്തി പൂർണ്ണമായും നിഷേധിക്കാൻ അമേരിക്കയ്ക്കോ പാശ്ചാത്യ രാജ്യങ്ങൾക്കോ കഴിയില്ല. അത്ര ശക്തമായ പ്രതിഷേധം, ലൈവ് ജിനോസൈഡ്, മനുഷ്യരുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ലൈവ് ജിനോസൈഡ് ഉണ്ടാവുക. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടും അടിയന്തര വെടിനിർത്തലിലേക്ക് നയിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ പൊതുസഭയിൽ ആ പൊതു ചർച്ചയ്ക്കിടെയുണ്ടായ പ്രതിഷേധം അതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നല്ലേ നെതന്യാഹുവിനെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചുമൊക്കെ? തീർച്ചയായിട്ടും അതെ. അല്ല, ആഗോള പൊതുജനാഭിപ്രായത്തെയും പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ എൻ ബ്ലോക്കായി നിലപാടെടുക്കുന്നു. യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, വിശിഷ്യ ശക്തരായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും പോർച്ചുഗലും ഒക്കെ അംഗീകരിക്കുന്നു. ഒരു റൈറ്റിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഇറ്റലിയുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി പോലും അടിയന്തരമായ വെടിനിർത്തൽ വേണമെന്നും പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്നും അവര് പോലും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവരാകെ ഒരു നിബന്ധന വെച്ചത് ഹമാസ് ബന്ധുക്കളെയെല്ലാം വിട്ടയക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ രൂപത്തിൽ യൂറോപ്പും ഗ്ലോബൽ സൗത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം അടിയന്തര വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിക്കുകയും അതിനോട് ഐക്യപ്പെടുകയും ചെയ്തു. ഈ രാജ്യങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്നു. അപ്പൊ ഇതൊന്നും പൂർണ്ണമായി കണ്ടില്ലെന്ന് നടിച്ച് അവർക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ രാജ്യങ്ങൾ പരിമിതമായ തോതിലെങ്കിലും ഇസ്രായേലിനെതിരെ ഉപരോധവും കൂടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയൊന്നുമല്ല ഇസ്രായേലിന്. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ അമേരിക്കയുടെ വീറ്റോയെ, അതായത് അമേരിക്കയുടെ അതീശത്വപരമായ വീറ്റോയെ അതിലംഘിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചിലതെങ്കിലും ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരെ ഉപരോധം പുറപ്പെടുവിക്കാനുള്ള സാധ്യത പോലുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അമേരിക്ക അതിൽ അംഗമല്ല, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡിറ്ററേനിയനിന് മുകളിലൂടെ പറന്ന് ന്യൂയോർക്കിലേക്ക് പോകേണ്ടുന്ന ഗതികേട് ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ടായി. അപ്പോൾ ഈ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ താല്പര്യങ്ങൾക്കൊപ്പം 100% അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് യൂറോപ്യൻ യൂണിയനും യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളും സ്വീകരിക്കുന്നില്ല എന്നതുകൂടി വ്യക്തമായി. അപ്പൊ ഇത്തരം ഘടകങ്ങൾ സ്വാഭാവികമായിട്ടും അടിയന്തര വെടിനിർത്തലിലേക്ക് പോകാനും ഈ ഫലസ്തീൻ പ്രശ്നം ഒരിക്കൽ കൂടി ലോകത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് വന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ അതിന് പരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന
ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഇവിടെ ഇപ്പോൾ ചർച്ച നടക്കുന്നത് പ്രധാനമായി അമേരിക്ക മുന്നോട്ട് വെച്ച, ട്രംപ് മുന്നോട്ട് വെച്ച ഒരു 21 പദ്ധതികളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത് ടോണി ബ്ലെയറെ ഗസയിലെ ഗവർണർ ജനറലായി കൊണ്ടുവരുന്നതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഹമാസ് എത്രത്തോളം അംഗീകരിക്കാൻ ഇടയുണ്ട്? ഹമാസിന് അല്ലെങ്കിൽ ഗസയ്ക്ക്, സ്വതന്ത്ര ഫലസ്തീനൊക്കെ എത്രത്തോളം ഒരു ഗുണം ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഈ ട്രംപ് ആവിഷ്കരിച്ചിട്ടുള്ളത്? അല്ല, അതിനെ ഒരു ട്രാൻസിഷണൽ ഫേസ് ആയിട്ട് കണ്ടാൽ മതി. ഇപ്പൊ നിലവിൽ ഈ ട്രംപ് ഇപ്പോ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയാലും അവിടെ ഭരണം ഏറ്റെടുക്കാനും ഗസയുടെ റീകൺസ്ട്രക്ഷൻ നടത്തുവാനും ഗ്ലോബൽ പവേഴ്സ് എല്ലാം വിചാരിക്കേണ്ടത്. വെസ്റ്റേഷ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം ഉണ്ടാവും, അതിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ടെക്നോളജി വേണം. ഇതൊന്നും ഇല്ലാതെ അവിടെ ഒരു ഗാസ റീകൺസ്ട്രക്ഷൻ സാധ്യമാവില്ല. അതിപ്പോ ഹമാസ് ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് 2007 മുതൽ 2023 ഈ ഗസയുദ്ധം ആരംഭിക്കുന്നത് വരെ ഗസയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നത് ഹമാസാണ്. അതുകൊണ്ട് ഹമാസ് ഗവൺമെന്റ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നത്തെ ഈ യുദ്ധം തകർത്ത് കളഞ്ഞ ഗസയിൽ ഹമാസിന്റെ കയ്യിൽ അധികാരം ഹമാസിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പോലും അവർക്ക് ആ മേഖലയെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയോ സാമ്പത്തിക ശേഷിയോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ഹമാസ് എന്ന ഒരു പാർട്ടിക്കില്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അടിയന്തര വെടിനിർത്തലാണ് അനിവാര്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് 23 ലക്ഷം ജനങ്ങൾ അവിടെ വെച്ചതല്ലേ, അവരുടെ ഹൃദയത്തിലാണല്ലോ വിമോചനത്തിന്റെ ആശയം കൂടി ഉള്ളത്. ഹമാസ് എന്ന സംഘടനയല്ലല്ലോ പ്രധാനം. ഹമാസ് ഇല്ലെങ്കിലും ഹമാസിനെ പോലത്തെ പുതിയ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അവിടെ വളർന്നു വരും. അത് ഫലസ്തീനിയൻ നാഷണൽ മൂവ്മെന്റ് ആണ്. അവർക്ക് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം വേണമെന്നുള്ളതാണ് പ്രധാനം. അതിലെ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പുതിയ പ്രസ്ഥാനങ്ങൾ അവിടെ ഉയർക്കൊണ്ടുവരും. അപ്പോൾ അടിയന്തരമായി വേണ്ടത് അവിടെ വെടിനിർത്തലും അതിനുശേഷം ഗസയുടെ റീകൺസ്ട്രക്ഷനും നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് നെതന്യാഹുവിന്റെ പക്ഷത്തു നിന്ന് കൂടി ചിന്തിച്ചാൽ ശ്രീ പി ജെ വിൻസെന്റ്, ഒരു യുദ്ധവിരാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകാൻ പോകുന്നതും നെതന്യാഹുവിന് തന്നെയായിരിക്കില്ലേ? കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ പിന്നീട് അങ്ങോട്ട് ചോദ്യമുനയിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധവിരാമം എന്നതിലേക്ക് എത്തിക്കാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ടാകും. അല്ല, അത് ശരിയാണ്. ഈ ഇപ്പം കഴിഞ്ഞ 2025 ജനുവരി 20 ഓവൽ ഓഫീസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വെടിനിർത്തൽ കൊണ്ടുവരണം, പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന തിട്ടൂരം ട്രംപ് പുറപ്പെടുവിക്കുന്നത്. അതേ തുടർന്നാണ് 42 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. താങ്കൾക്കും അറിയാവുന്നതാണ്. പക്ഷെ അന്ന് ബെൻ ഗുവർ എന്ന് പറയുന്ന എക്സ്ട്രീം റൈറ്റിസ്റ്റ് പാർട്ടി, അതൊരു കഹാനിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ നേതാവ് അന്ന് രാജിവെക്കുകയുണ്ടായി ഇതിൽ പ്രതിഷേധിച്ച്. അതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ന്യൂനപക്ഷ സർക്കാരായി മാറി. പിന്നീട് 3 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം യുദ്ധം പുനരാരംഭിച്ചപ്പോഴാണ് ബെൻ ഗുവർ തിരിച്ച് മന്ത്രിസഭയിലേക്ക് വരികയും ഇപ്പോൾ ദേശീയ സുരക്ഷാ മന്ത്രി എന്ന പദവിയിൽ ഇരിക്കുകയും ചെയ്തത്. അപ്പോൾ ഒരു വെടിനിർത്തലൊക്കെ കൊണ്ടുവന്നാലും ലിക്വിഡ് പാർട്ടിക്ക്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 32 അംഗങ്ങളെ നെസറ്റിലുള്ളൂ. 60 അംഗങ്ങളെങ്കിലും മിനിമം വേണം. 120 അംഗ നെസറ്റാണ്. അപ്പോൾ ഈ ബെൻ ഗുവറിന്റെ പാർട്ടി, അതുപോലെ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി, അവർക്ക് 7 അംഗങ്ങളുണ്ട്. സ്മോട്രിച്ചിന്റെ പാർട്ടിയാണ് അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ. ഇങ്ങനെ എത്രയും വലതുപക്ഷ സയനിസ്റ്റ് നിലപാടെടുക്കുന്ന പാർട്ടികളുടെ പിന്തുണയിലാണ് അവിടെ ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി നിക്കക്കള്ളിയില്ലാതെ വെടിനിർത്തലിലേക്കോ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അവിടെ നിലനിൽക്കുമെന്ന് ഇപ്പോൾ കരുതാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ വളരെ ഒരു വേവറിംഗ് സ്റ്റേജാണ് അവിടെ ഉള്ളത്. അപ്പോൾ വളരെ പരിമിതമായ ഭൂരിപക്ഷം ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് മാത്രം അധികാരത്തിൽ തുടരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. കാരണം 32 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിക്ക് ഇനിയും എത്ര അംഗങ്ങൾ വേണം? 60 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണ്ടേ? അപ്പോൾ ഒരു പക്ഷേ ഒരു സമാധാനത്തിലേക്ക് നീങ്ങിയാൽ ഈ തീവ്ര വലതുപക്ഷം, തീവ്ര സയനിസ്റ്റുകൾ, തീവ്ര റിലീജിയസ് ഗ്രൂപ്പുകൾ പിന്തുണ പിൻവലിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് അധികാരം വിട്ടൊഴിയേണ്ടി വരും. പക്ഷേ അത് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം മറ്റ് ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം തന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളാണ്.